ഹായ് ഹലോ വെൽക്കം ടു ദ ഇന്ത്യൻ ക്രോണിക്ലർ. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ലേറ്റർ വേദിക് പീരീഡിലെ പൊളിറ്റിക്കൽ ലൈഫും സോഷ്യൽ ലൈഫും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ലേറ്റർ വേദിക് പീരീഡിലെ എക്കോണമിയെ പറ്റിയിട്ടും അവരുടെ റിലീജിയനെ പറ്റിയിട്ടുമായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒക്കുപ്പേഷൻ പാസ്റ്ററാലിസത്തിൽ നിന്ന് അഗ്രികൾച്ചറിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് ഋഗ്വേദിക് സൊസൈറ്റിയിലെ എക്കോണമി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഋഗ്വേദിക് സൊസൈറ്റിയുടെ പ്രൈം ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് പാസ്റ്ററാലിസം ആണ്, കാറ്റിൽ ഹെർഡിംഗ് ആണ്. അത് ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും അഗ്രികൾച്ചറിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. നമ്മുടെ ശതപഥ ബ്രാഹ്മണയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്ലൗഫിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഹെംസ് ഒക്കെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ശതപഥ ബ്രാഹ്മണയിൽ ഫോറസ്റ്റുകളെ ക്ലിയർ ചെയ്ത് അതിനെ ബേൺ ചെയ്ത് അവിടെ കൾട്ടിവേഷൻ നടത്തിയതിന്റെ എവിഡൻസുകളും ശതപഥ ബ്രാഹ്മണയിൽ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇവരുടെ ഒരു പ്രൈം ഒക്കുപ്പേഷനിൽ വരുന്നത് മിക്സഡ് ഫാമിംഗ് ആണ്. അതായത് കൾട്ടിവേഷനും ഹെർഡിങ്ങും ഒരുമിച്ച് നടത്തുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലോട്ട് പാസ്റ്ററാലിസത്തിൽ നിന്ന് അഗ്രികൾച്ചറിലോട്ട് അവരുടെ ഒക്കുപ്പേഷൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതും ലാൻഡ് ഓൺ ചെയ്യുന്ന ആ ഒരു ഹെഡ് ഓഫ് ദ ഹൗസിനെ ഗൃഹപതി എന്ന് നമ്മൾ വിളിക്കും. അതുപോലെ റൈസും വീറ്റും അവരുടെ സ്റ്റേപ്പിൾ ഡയറ്റ് ആയിട്ട് മാറി. നമ്മൾ ഋഗ്വേദിക് സൊസൈറ്റിയിൽ നോക്കുമ്പോഴത്തേക്കും അവർ ബാർലി ആയിരുന്നു കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പം അവർ ബാർലിയെ കൂടാതെ തന്നെ റൈസ്, വീറ്റ്, ലെൻഡിൽസ്, മില്ലറ്റ്സ് ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ സ്വന്തമായി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ റിച്വൽസിനൊക്കെ ദക്ഷിണയായിട്ടും ദാനമായിട്ടും ഒക്കെ ഫുഡ് പ്രൊഡ്യൂസുകൾ അല്ലെങ്കിൽ ഇവരെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഈ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ദക്ഷിണയായിട്ടും ദാനമായിട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രവണതയും ഈ ഒരു ഫുഡ് പ്രൊഡക്ഷന് ശേഷം ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ ഉണ്ടായി. അതുപോലെ തന്നെ അവരുടെ സൊസൈറ്റി എല്ലാം മെജോറിറ്റി ഏരിയാസ് ഒക്കെ റൂറൽ ആയിരുന്നു. അതും ഈ ഒരു ലേറ്റർ വേദിക് പീരീഡ് തീരുന്ന ആ ഒരു സമയത്ത് അവിടെ അർബനൈസേഷൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് തൈത്തിരീയ ഉപനിഷത്തില് ഒരു മെൻഷൻ ഉണ്ട്. പിന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അയണിന്റെ യൂസ് ആണ്. അയൺ വ്യാപകമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ലേറ്റർ വേദിക് പീരീഡിന്റെ എക്കോണമിയെ സംബന്ധിച്ച് ഒരു വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. അതുപോലെ പെയിന്റഡ് ഗ്രേ വെയർ യൂസ് ചെയ്ത് തുടങ്ങിയത് ലേറ്റർ വേദിക് പീരീഡിലാണ്. അവരുടെ പോട്ടറിയിൽ 4 തരം പോട്ടറി ഉണ്ട്, അതിലൊന്നായിരുന്നു പെയിന്റഡ് ഗ്രേ വെയർ. പിന്നെ നമ്മൾ ലേറ്റർ വേദിക് പീരീഡിലെ എക്കോണമി ഋഗ്വേദിക് പീരീഡിലെ എക്കോണമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒക്കുപ്പേഷൻസ് ഒക്കെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏർലി വേദിക് പീരീഡിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ല് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരാൾ തന്നെ ആയിരുന്നു അതിന്റെ ആരോസ്, ബോസ്, അതിന്റെ സ്ട്രിങ്സ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയി. അതായത് വില്ല് ഉണ്ടാക്കാൻ ഒരാള്, അതുപോലെ ആ വില്ലിന്റെ ഞാൺ ഉണ്ടാക്കാനായിട്ട് ഒരാള്, അതുപോലെ ആരോസ് ഉണ്ടാക്കാൻ വേറൊരാള്, ഇങ്ങനെ ഒക്കുപ്പേഷൻസ് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയി തുടങ്ങി. അത് ഈ ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ്. അതുപോലെ അയൺ അല്ലാതെ തന്നെ അവർക്ക് മറ്റു പല മെറ്റൽസിനെ പറ്റിയിട്ടും പരിചയമുണ്ടായിരുന്നു. ടിന്ന്, ലെഡ്, സിൽവർ, ഗോൾഡ്, ബ്രോൺസ്, കോപ്പർ, ഇങ്ങനെ പല പല മെറ്റീരിയൽസുമായിട്ടും അവർക്ക് പരിചിതത്വം ഉണ്ടായിരുന്നു ലേറ്റർ വേദിക് പീരീഡിൽ. അതുകൊണ്ടുള്ള ക്രാഫ്റ്റുകളും അവരുണ്ടാക്കിയിരുന്നു. അവരുടെ എക്സ്ചേഞ്ച് ഒക്കെ ബാർട്ടർ സിസ്റ്റത്തിലൂടെ ആയിരുന്നുവെങ്കിലും അപ്പോഴും ആ ഏർലി വേദിക് പീരീഡിൽ ഉണ്ടായിരുന്ന നിഷ്ക എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് വാല്യൂ അവർ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കാളവണ്ടികള് കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടിന് അവർ യൂസ് ചെയ്യുന്നതും ഈ ലേറ്റർ വേദിക് പീരീഡിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഏർലി വേദിക് സൊസൈറ്റിയിൽ പഠിച്ചു, എക്കോണമിയിൽ പഠിച്ചു, അവിടെ അങ്ങനെ നിർബന്ധിതമായിട്ടുള്ള ടാക്സ് പേയ്മെന്റ് ഒന്നും കളക്ട് ചെയ്തിരുന്നില്ല. അങ്ങനെ നിർബന്ധമായിട്ടും ഒരാൾ ടാക്സ് അടയ്ക്കണം എന്നുള്ള രീതിയൊന്നും ഏർലി വേദിക് പീരീഡിൽ ഇല്ലായിരുന്നു. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോഴത്തേക്കും നിർബന്ധിതമായിട്ടുള്ള ടാക്സുകളും ട്രിബ്യൂട്ടുകളും അവിടെ കളക്ട് ചെയ്തിരുന്നു. അതിന് കളക്ട് ചെയ്യുന്ന ഒഫീഷ്യൽസിന്റെ പേര് സംഗ്രഹിത്രി എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു മാൻഡേറ്ററി ടാക്സ് പേയ്മെന്റ് അന്നത്തെ കാലത്ത് ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ 4 തരം പോട്ടറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഞാൻ പറഞ്ഞു പെയിന്റഡ് ഗ്രേ വെയർ.
അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, അതുപോലെ തന്നെ ബ്ലാക്ക് സ്ലിപ്ഡ് വെയർ, അതുപോലെ റെഡ് വെയർ, ഇങ്ങനെ 3 തരം പോട്ടറീസ് കൂടി അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഗ്ലാസ് മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ടും അറിവുണ്ടായിരുന്നു. ഗ്ലാസ് മാനുഫാക്ചർ ചെയ്തതിന്റെ എവിഡൻസും നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് അവരുടെ എക്കോണമിയുടെ ഫീച്ചേഴ്സ്. നമുക്കിനി അവരുടെ റിലീജിയൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ റിലീജിയനെ പറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സ്റ്റൈൽസിൽ വന്ന ചേഞ്ച് അവരുടെ ഗോഡിനെ പറ്റിയുള്ള പെർസ്പെക്റ്റീവിലും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ദ്ര, അഗ്നി എന്ന് പറയുന്ന 2 പേരാണ് ഏർലി വേദിക് പീരീഡിൽ, അതായത് ഋഗ്വേദിക് പീരീഡിലെ പ്രോമിനന്റ് ഗോഡ്സ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്തിരുന്നത്, ഇമ്പോർട്ടന്റ് ഗോഡ്സ് ആയിട്ട്. പക്ഷേ ലേറ്റർ വേദിക് പീരീഡിലോട്ട് വരുമ്പോൾ ഈ ഇന്ദ്രനും അഗ്നിക്കും അവരുടെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയാണ്. പകരം അവരുടെ ഒരു പ്രൈമറി ഡയറ്റി ആയിട്ട് വരുന്നത് പ്രജാപതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ഡയറ്റിയാണ്. അതുപോലെ തന്നെ ഐഡലേറ്ററി, വിഗ്രഹാരാധന ലേറ്റർ വേദിക് പീരീഡിലോട്ട് വന്നപ്പം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഋഗ്വേദിക് സൊസൈറ്റിയിൽ പറഞ്ഞത് അവർക്ക് അങ്ങനെ ടെമ്പിളോ അങ്ങനത്തെ സ്ട്രക്ചറുകളൊന്നും ഇല്ലായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനത്തെ ടെമ്പിൾ പോലുള്ള സ്ട്രക്ചറുകളും ഐഡലേറ്ററിയും ഒക്കെ ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ വർണ്ണത്തിന് അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഒരു ഡയറ്റി എന്നുള്ള ഒരു മെത്തേഡും അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളും ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുഷാൻ എന്ന് പറയുന്ന ഒരു ഗോഡ്, അതായത് കാറ്റിലിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നവർ വിശ്വസിക്കുന്ന പുഷാൻ എന്ന് പറയുന്ന ഒരു ഗോഡ് ശൂദ്രന്മാരുടെ ഡയറ്റി ആയിട്ട് അന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വർണ്ണത്തിനും ഓരോ ഡയറ്റി എന്നുള്ള രീതിയിലോട്ട് ലേറ്റർ വേദിക് പീരീഡ് മാറി. അതുപോലെ നമ്മൾ ലേറ്റർ വേദിക് സൊസൈറ്റിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ യജ്ഞങ്ങളും അതുപോലെ തന്നെ സാക്രിഫൈസുകളും ബലി കൊടുക്കലുകളും കുറച്ചുകൂടി കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ബ്രാഹ്മണന്മാർ തന്നെ അവരുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സുപ്രീമസി സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെയധികം യജ്ഞങ്ങളും, അതായത് അശ്വമേധ, വാജപേയ, അതുപോലെ രാജസൂയ, ഇതുപോലുള്ള ഒരുപാട് യജ്ഞങ്ങളും അതുപോലെ തന്നെ ആനിമൽ സാക്രിഫൈസുകളും ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ കുറച്ച് കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ യജ്ഞങ്ങളുടെയൊക്കെ പർപ്പസ് എന്ന് പറയുന്നത് 2 ആണ്. ഒന്ന്, ആ ചീഫിന്, ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ ചീഫ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഒരു ചീഫിന് തന്റെ പ്രജകളോടുള്ള അതോറിറ്റിയെ കാണിക്കാനാണ് എന്ന് അവർ വിശ്വസിക്കുന്നു യജ്ഞങ്ങൾ വഴി. അതുപോലെ തന്നെ ഒരു കിങ്ഡത്തിലെ എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നത് കൊണ്ട് അത് ആ കിങ്ഡത്തിന്റെ ഒരു യൂണിറ്റി നിലനിർത്താനാണെന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു ആ യജ്ഞങ്ങളുടെ 2 ഫോൾഡ് പർപ്പസുകൾ. ഇത്രയുമാണ് നമ്മുടെ ലേറ്റർ വേദിക് സൊസൈറ്റിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മളെ സക്സസ്ഫുള്ളി നമ്മുടെ വേദിക് സിവിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉള്ളത് കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.